നിർഭയത്വവും ആരോഗ്യവും എന്നുള്ള വിഷയം തന്നെ തന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റാണ്. അദ്ദേഹത്തിൻ്റെ സംശയം എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അതേ പ്രായമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അയൽവാസിക്ക് വയറ്റിൽ ചെറിയൊരു ക്യാൻസർ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് അതിൻ്റെ ലക്ഷണങ്ങൾ ചോദിച്ചപ്പോൾ അതേ ലക്ഷണങ്ങൾ എനിക്കുമുണ്ടല്ലോ, അപ്പോൾ എനിക്കും ക്യാൻസർ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അദ്ദേഹം തോന്നിയെന്ന് മാത്രമല്ല, അത് നമ്മൾ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞാൽ, ഇപ്പം ആദ്യം നമ്മൾ ഒരു വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാം, കാരണം പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ല. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു, അത് നോർമലാണ്. അപ്പം സാധാരണ ഒരാളോട് നമ്മൾ അൾട്രാസൗണ്ട് എടുത്തിട്ട് ഇതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പൊതുവേ രോഗികൾ അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞ് സമാധാനമായിട്ട് പോവുകയാണ് ചെയ്യുക. ഇദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് എന്താ അറിയോ, ഈ സ്കാനിങ്ങിൽ ഇല്ലാത്ത ക്യാൻസർ ഉണ്ടാവില്ലേ എന്നാണ്. അപ്പൊ അതുണ്ടാകാം. അപ്പൊ ഇതിലും വലിയ സ്കാനിങ് ഉണ്ട്, CT സ്കാൻ ഉണ്ട്, MRI സ്കാൻ ഉണ്ട്. എന്നാ പിന്നെ അതെടുത്തു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതെടുത്തു, അതും നോർമലാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കണം എന്താ വെച്ചാൽ, ഇതിലും കാണാത്ത ക്യാൻസർ ഉണ്ടാവുമെന്നാണ്. അപ്പൊ അതുണ്ടാകാം, കാരണം ഈ കുടലിന്റെ ഉള്ളിലൊക്കെ ചെറിയ തുടക്കാണെങ്കിൽ നമുക്കത് ഈ സ്കാനിങ്ങിൽ കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പൊ അതിനെന്താണ് മാർഗം എന്ന് വെച്ചാൽ അതിന് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കണം. അങ്ങനെ എല്ലാ എൻഡോസ്കോപ്പിയും ചെയ്തു, ഒക്കെ നോർമലാണ്. അപ്പോഴും അദ്ദേഹം ചോദിക്കുന്നത്, ഈ വളരെ മൈക്രോസ്കോപ്പിൽ കാണുന്ന ഒരു ലെവലിലുള്ള ക്യാൻസർ ഇപ്പൊ എൻഡോസ്കോപ്പിയിൽ കാണുമെന്നാണ്. അത് കാണൂല, കുറച്ച് വലുതാണ്ടത് കാണണമെങ്കിൽ. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഉറക്കം നഷ്ടപ്പെട്ട് ഒരു 10 കിലോ വെയിറ്റ് കുറഞ്ഞ ഒരു ക്യാൻസർ പിടിച്ച ഒരാളെ അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ. എനിക്ക് തോന്നുന്ന ക്യാൻസർ ബാധിച്ച അത്ര അധികം പ്രശ്നം ഉണ്ടാവില്ല. കാരണം ക്യാൻസർ ബാധിച്ച ഒരാളോട് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട്, അതിന് നിങ്ങളുടെ കുടലിലാണ്, അത് റിമൂവ് ചെയ്തു, പിന്നെ സ്കാൻ ചെയ്ത് നോക്കി, അപ്പോൾ അത് പൂർണ്ണമായി എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ട്, ഒരു 6 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലക്ഷണം ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു സമാധാനം ഉണ്ടാവും അല്ലേ? ആ സമാധാനം പോലും ഇയാൾക്കില്ല. സത്യത്തിൽ ക്യാൻസർ ഇല്ലാത്ത ഒരാൾക്ക് അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നിർഭയത്വം എന്നുള്ള ഒരു സാധനം ഉണ്ട്. നിർഭയത്വം, അമ്ന്. എനിക്ക് ക്യാൻസർ ഇല്ല എന്ന് പറയുമ്പം ആ ഒരു നിർഭയത്വം ആസ്വദിക്കാനുള്ള ഒരു മാനസികാവസ്ഥ, അത് പടച്ചോന്റെ വലിയൊരു തൗഫീഖാണ്. പേടി നമ്മൾ പറയില്ല, പേടി. സത്യത്തില് നമ്മൾ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പറ്റി കൃത്യമായി മനസ്സിലാക്കാത്ത പക്ഷം പേടി എന്ന ഒരു വികാരം, ഇപ്പൊ പേടി, ദുഃഖം, ഉത്കണ്ഠ, ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എല്ലാ വികാരങ്ങളും തന്നെ നമ്മളെ കീഴ്പ്പെടുത്തി കളയും, നമ്മുടെ ജീവിതത്തെ താളം തെറ്റിക്കും. ഇതൊക്കെ നോർമലായിട്ട് ഒരു ചെറിയ ഡോസിൽ എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പൊ ഒരു പരീക്ഷ വരുമ്പം നാളെ ഒരു ടെസ്റ്റ് ഉണ്ട്, ഒരു പരീക്ഷയുണ്ട്. അപ്പൊ പരീക്ഷാർത്ഥിക്ക് ചെറിയൊരു പേടിയുണ്ട് അല്ലേ? ആ പരീക്ഷനെ കുറിച്ചൊരു പേടിയുണ്ട്. ഇപ്പൊ നമ്മളെ കുട്ടിക്ക് പരീക്ഷണി, നമുക്ക് ചെറിയൊരു പേടിയുണ്ട്. 2 വർഷമായിട്ട് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് നാളെ പെർഫോം ചെയ്യാൻ കഴിയൂലേ, നമുക്കൊരു ആകാംക്ഷ ഉണ്ട്. ആ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് പരീക്ഷന്റെ സമയത്ത് നമുക്ക് ടെൻഷൻ. നമ്മളൊക്കെ പരീക്ഷ എഴുതിയ ആൾക്കാരാണ്. പരീക്ഷന്റെ സമയത്ത് നല്ല ഉത്കണ്ഠ ഉണ്ടാവും, കുറച്ചൊരു ആങ്ഷ്യസ്, നെർവസ് ആവും നമ്മൾ. പരീക്ഷ കഴിഞ്ഞാലോ അതിനെപ്പറ്റി ഒരു നിരാശ, ദുഃഖം, വേണ്ടത്ര പെർഫോം ചെയ്തില്ലേ, ഇനിയിപ്പോ റിസൾട്ട് വരുമ്പോഴത്തിന് വീണ്ടും പേടി. കഴിഞ്ഞ പരീക്ഷയെ കുറിച്ചൊരു ദുഃഖം, വേണ്ടത്ര പെർഫോം ചെയ്യാൻ പറ്റാത്തതുള്ളൊരു ദുഃഖം. ഇതൊക്കെ മനുഷ്യന്റെ എല്ലാവരും ജീവിതത്തിൽ ഒരളവിലല്ലെങ്കിൽ മറ്റൊരു തരത്തില്. ഇപ്പോ ഗൾഫിലൊക്കെ ഇടക്ക് കേൾക്കാം, ബസ് പൂട്ടി, ക്ലീനർ പോയി, കുട്ടി ബസ്സിൽ വെട്ടി മരിച്ചു അല്ലേ? അപ്പൊ എന്താണ്, ആ ന്യൂസ് വായിച്ച എല്ലാവർക്കും ടെൻഷനാണ്. പിന്നെ പിറ്റേന്ന് നമ്മളെ കുട്ടീനെ പറഞ്ഞു നോക്കുമ്പോൾ ഭാര്യ ചോദിക്കാണ്, നമ്മളെ കുട്ടിയേറ്റ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലേ, വണ്ടിയിലേറ്റ കുടുങ്ങിക്കിടക്കുണ്ടാവോ അല്ലെ? നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും എന്താണ്, നമുക്കതിൽ ആശങ്കപ്പെടാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, പേടിക്കാൻ ഒത്തിരി ചാൻസുകളുണ്ട്.
ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ഇത് നമ്മളെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട ഒരായത്താണ്. കാരണം ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. അള്ളാഹു അറബി പഠിച്ച ആളുകൾക്ക്, അറബി ഗ്രാമർ അറിയുന്ന ആളുകൾക്കറിയാം, ലാ എന്ന് പറഞ്ഞാൽ ലാമു തൗക്കീദാണ്, ശക്തി പ്രയോഗം, അത് ഉറപ്പിച്ചെന്ന് പറയാൻ വേണ്ടി. അതിലെ മലയാളത്തിൽ അതിന്റെ അർത്ഥം പറയുമ്പം വലനബുലുവന്നക്കും, ഒരു ലാമു തൗക്കീദ് വന്നാൽ പിന്നെ ഒരു നൂന് സഖീല വരുന്നതാണ്, ഒരു കനുള്ള നൂന് അതിന്റെ അവസാനം വരും. വലനബുലുവന്നക്കും അറബി. മലയാളത്തിൽ പറയുമ്പം നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇനി പറഞ്ഞാൽ എന്താ അറിയോ? മിനൽ ഖൗഫ്, പേടി കൊണ്ട്. അപ്പൊ അത് ഒരു പരീക്ഷണമാണ്, പേടി എന്നുള്ളത്. അപ്പൊ അന്ന് ആ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സന്ദർഭത്തിൽ ഇപ്പൊ നമ്മളെല്ലാവരും ഗാസന്റെ ചിത്രങ്ങൾ കണ്ട് നമ്മളെ മനസ്സൊക്കെ മരവിച്ചു പോയി. ആ ഫസ്റ്റ് ഉക്രൈൻ വാർ തുടങ്ങിയെന്ന് ഞാൻ അങ്ങനെ അതിന്റെ ആ ചിത്രം അങ്ങനെ കണ്ടപ്പോൾ ആളുകളൊക്കെ നാട് വിട്ട് കൂട്ടപാലായനം ചെയ്യുമ്പോൾ നമ്മൾ ജീവിതത്തിൽ നേടിയ സമ്പാദ്യങ്ങളെല്ലാം, നമ്മളെ ഇൻവെസ്റ്റ് ചെയ്ത നമ്മളെ ബിസിനസ് സ്ഥാപനങ്ങളും നമ്മളെ വീടും എല്ലാം ഉപേക്ഷിച്ച് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കിട്ടിയത് മാത്രം ഒരു മാറാപ്പിലാക്കിയിട്ട് നമ്മൾ പോവുകയാണ്. കുറെ ജനങ്ങൾ പാലായനം ചെയ്യണം. അത് എന്തൊരു വലിയ പ്രതിസന്ധിയാണ്. കളയിച്ചു നോക്കി, നമ്മൾ ഒരു പുരുഷായുസ് മുഴുവൻ സമ്പാദിച്ച നമ്മുടെ സമ്പാദ്യങ്ങൾ, കച്ചവടങ്ങൾ, സ്ഥാപനങ്ങൾ, വീട്, ഇതൊക്കെ വിട്ട് ജീവന് വേണ്ടി മാത്രം നമ്മൾ ആ നാട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു ചിത്രം. തലേന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ ദിവസം കൊണ്ട് അവസ്ഥ മാറി. അതേപോലെ ഗാസയിൽ നമ്മളെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി. ഇപ്പൊ ഈ ആയത്ത് ഓതിയ സന്ദർഭം, ഈ ആയത്ത് കിടക്ക് ഓതുമ്പോ എനിക്ക് ഇതിലൊരു വേറെ വിശപ്പ് കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നു പറയേണ്ട ഈ ആയത്തിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്രയും കാലം വിശപ്പ് കൊണ്ടൊരു പരീക്ഷണം ഉണ്ടായിരുന്നു? പട്ടിണി കൊണ്ട് ഇവിടെ ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു സമയത്ത് ഭക്ഷണം കിട്ടാതെ വിശന്ന് ഒരു പട്ടിണി പറഞ്ഞാണല്ലോ, ഒരു വിശപ്പ് കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചെന്ന് പറയുമ്പോൾ ഇവിടെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്റെ അനുഭവത്തിൽ, എന്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ല. വല്ലാഹി പടച്ചോന്റെ വലിയൊരു കാരുണ്യാണ്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, പിന്നെ എങ്ങനെ പടച്ചോന് ഇത് ഒരു കാശുള്ള ഒരാൾക്ക് ഇപ്പൊ എങ്ങനെ പട്ടിണി കൊണ്ട് പടച്ചോൻ അയാളെ പരീക്ഷിക്കാം? അത് ഞാൻ അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവസം, ഞാനന്ന് എൻ്റെ ഒരു പേഷ്യന്റിനെ കാണാൻ വേണ്ടി ICUവിൽ പോയത്, സർജറി കഴിഞ്ഞ പോസ്റ്റ് ഓപ്പറേറ്റീവ് ICUവിൽ. അപ്പോൾ ഒരാൾ എൻ്റെ പേഷ്യന്റിനെ ഞാൻ കണ്ട്, ഞാൻ അങ്ങനെ വരുമ്പം അതിൻ്റെ അടുത്ത് കിടക്കുന്ന മറ്റൊരു പേഷ്യന്റ് എന്നെ അങ്ങ് വിളിച്ചു, കുറച്ച് വെള്ളം കിട്ടും വെച്ചിട്ടുണ്ട്. 4 ദിവസമായി എനിക്ക് വെള്ളം തന്നിട്ട്, എൻ്റെ ചുണ്ടൊക്കെ വരണ്ട്, എന്തെങ്കിലും ഒന്ന് ഉറ്റിച്ചെന്നാ മതി. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്താ വെച്ചാൽ അയാളെ കുടലിന് എന്തോ ഒരു സർജറി ചെയ്ത് കിടക്കണം. കുടലിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റി കുടല് തുന്നി ചേർത്ത് വെച്ചേക്കാണ്. അപ്പൊ ആ തുന്നിയതൊന്ന് മര്യാദയ്ക്ക് ഉണങ്ങുന്ന സമയം വരെ ഫുഡ് കഴിക്കാൻ പാടില്ല, അത് ലീക്കായി പോകും. അതുകൊണ്ട് അയാൾക്ക് ഫുഡില്ല. അപ്പൊ ഭക്ഷണം കഴിക്കാത്തത് കാരണം ശക്തമായ, നമ്മൾ എത്ര ഗ്ലൂക്കോസ് കയറ്റിയാലും വായിലൂടെ ചെന്നാലേ വിശപ്പ് മാറുള്ളൂ. അപ്പൊ ശക്തമായ വിശപ്പ് അനുഭവിക്കുന്നുണ്ട്, ദാഹം അനുഭവിക്കേണ്ട അയാള്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഈ ആയത്തിൽ പറഞ്ഞത്, അപ്പൊ നിങ്ങൾ ആരും ദരിദ്രനാകേണ്ട ആവശ്യമില്ല വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെടാൻ. മനസ്സിലാക്കുക, ഒരു സർജറിന്റെ ഭാഗമായി നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് 2 ദിവസം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെടും. നമ്മളെ സ്ഥാപനങ്ങളെ കൂടി നമുക്ക് അരി കിട്ടാത്ത, നമ്മൾ പട്ടിണിയാകുന്ന ഒരവസ്ഥ വരണമെന്നില്ല. ഇതൊക്കെ ആ ആയത്തിന്റെ ഓരോ തലങ്ങളെ ഞാൻ പറഞ്ഞത്. നമ്മൾ പട്ടിണി കിടക്കാൻ നമ്മൾ പാപ്പരാകേണ്ട ആവശ്യമില്ല. സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുക, കച്ചവടം ദിവസങ്ങൾ, ഒറ്റ ദിവസം കൊണ്ട് കച്ചവടത്തിൽ വലിയ ഇടിവുണ്ടാകുക, സമ്പത്ത് നഷ്ടപ്പെടുക, സ്ഥാപനങ്ങൾ തീപിടിച്ചു പോവുക. എനിക്ക് പരിചയമുള്ള ഒരു കട എനിക്കറിയാം, അയാൾ ഇൻഷുറൻസ് പുതുക്കണതിന്റെ മുമ്പ് ആ കട കത്തിപ്പോയി. ജസ്റ്റ് ഒരു ദിവസം വൈകിട്ടുള്ളൂ, ആ വൈകി അന്ന് തന്നെ കട കത്തിപ്പോയി. ആലോചിച്ച് നോക്കി, എന്തൊരു പരീക്ഷണമാണ്.
ഇതൊക്കെ അള്ളാഹു ഉറ്റ ആളുകൾ മരിച്ചു പോകും, നമുക്ക് വേണ്ടപ്പെട്ടവര്. അതൊരു പക്ഷെ പിതാവാകാം, മകനാകാം, നമ്മളേറെ സ്നേഹിക്കുന്ന ഒരാള് അകാലത്തിൽ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥ, അത് താങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ ഈ ബൈക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ട്, റോഡ് ആക്സിഡന്റ് സംഭവിച്ച് ആളുകൾ മരിച്ച് ഇപ്പൊ കാഷ്വാലിറ്റിയിൽ ഇങ്ങനെ ബ്രോഡ് ഡെഡ് ആയിട്ട് അല്ലെങ്കിൽ കൊണ്ട് വന്ന സമയത്ത് ജീവൻ ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞ് മരിക്കണം, വളരെ ഗുരുതരമായ പരിക്കുള്ള ആളുകൾ. ഇവരെ കൂടെയുള്ള ആളുകളെ വിളിച്ചു വരുത്തേണ്ടി വരും, കാരണം ആക്സിഡന്റ് ആയി വീട്ടിൽ അറിയിക്കണമല്ലോ. ഇപ്പൊ പലപ്പോഴും അവരുടെ ഫോണൊക്കെ ഓപ്പൺ ആക്കിയിട്ട്, ഫേസ് ഐ ഡി ആണല്ലോ, നമ്മള് ഡെഡ് ബോഡിന്റെ മുഖത്തേക്ക് ഫേസ് കാണിച്ചാലും ഫോൺ ഓപ്പൺ ആക്കാൻ പറ്റും. ഫോൺ ഓപ്പൺ ആക്കിയിട്ട് അതിൽ വാപ്പ ഉമ്മ എന്നൊക്കെയുള്ള നമ്പർ എടുത്തിട്ടാണ് വിളിക്കുക. അപ്പൊ നമ്മൾ വിളിച്ചിട്ട് നിങ്ങളെ മോൻ ഇവിടെ മരിച്ചെടുക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ, വളരെ ആക്സിഡന്റ് ആയിട്ട് സീരിയസ് ആണ്, ഒന്ന് വരണം എന്ന് പറയുമ്പോൾ അവരാ കാഷ്വാലിറ്റിയിലേക്ക് വന്ന് അവര് മക്കളെ തപ്പ് എവിടെയാണ് കിടക്കുന്നത് ചോദിക്കുമ്പം ആ മോർച്ചറിന്റെ സൈഡിൽ അല്ലെങ്കിൽ ആ വെള്ളത്തുണി മൂടി കിടക്കുന്ന ആ ഡെഡ് ബോഡി കാണിച്ചു കൊടുക്കുമ്പം അവർക്കുണ്ടാകുന്ന എമോഷൻസ് ഉണ്ട്. എന്താ പറഞ്ഞ ഇവിടെ പടച്ചോൻ പറയണ വാക്ക് എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകള് എന്താണ്, അവര് മരിച്ചു പോവുക, അതുകൊണ്ട് നിങ്ങളെ നാം ജീവനഷ്ടം കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. എന്നിട്ടോ പടച്ചോൻ ഇവിടെ പറഞ്ഞത് വബശ്ശിരി സ്വാബിരീൻ. ഒന്നുകൂടി ഇവിടെ ഉണ്ട് വസമറാത്ത്. വസമറാത്ത് പറഞ്ഞാല് ഫലങ്ങൾ, അതായത് കൃഷികള്. കൃഷിയുള്ള ആൾക്കാർക്കറിയാം, ഒരു കാറ്റൻ്റെ അടിച്ചിട്ട് വാഴ ഇങ്ങനെ ആ കൂമ്പ് പൊട്ടി കൊലക്കാൻ തയ്യാറായി കൂമ്പ് പൊട്ടി നിൽക്കുന്ന അങ്ങനെ ഇളം കായ് ആയിട്ടുണ്ടാവുള്ളൂ. ആ സമയത്ത് ഒരു കാറ്റടിച്ചിട്ട് ആ വാഴക്കൃഷി മൊത്തം നശിച്ചു പോകുന്ന ഒരവസ്ഥ, അതൊന്നും ഒരാൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതാണ്. കാരണം ഒരു സീസണിൽ വളരെ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ്, ഇതിൽ നിന്ന് കിട്ടിയിട്ട് പലതും സ്വപ്നം കണ്ടിട്ടാണ് അയാൾ നിൽക്കുന്നത്. ആ ഒരു കാറ്റടിക്കുമ്പോൾ എല്ലാ വാഴകളും ഇങ്ങനെ നടുവൊടിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ ഇതൊന്നും സഹിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ അവിടെ അള്ളാഹു പറയാണ് വബശ്ശിരി സ്വാബിരീൻ, വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയും. ഇതൊക്കെ ഈ ക്രൈസിസും ഈ പ്രതിസന്ധിയൊക്കെ വരുമ്പോ പടച്ചോൻ സന്തോഷ വാർത്ത അറിയിക്കണം. ആർക്ക്? ക്ഷമിക്കുന്ന ആളുകൾക്ക്. എങ്ങനെയാണ് ഇതിൽ ക്ഷമിക്കാൻ പറ്റുക? ഇത്തരത്തിലുള്ള നമ്മളെ ഒരു 25 വയസ്സായ ഒരു മകൻ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു കിടക്കുന്നു എന്ന ന്യൂസ് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഏട്ടനും അനിയനും, അതൊക്കെ 18ഉം 23ഉം വയസ്സായ 2 ആൺകുട്ടികൾ, ഏട്ടനും 5നും ബൈക്ക് ഓടിച്ച് മരിച്ചിട്ട് ആ ബാപ്പ വന്നിട്ട് ആ 2 മയ്യത്തും ഇങ്ങനെ കാണുന്ന ഒരു സന്ദർഭമുണ്ട്. നമുക്ക് എങ്ങനെയാണ് ആശ്വസിപ്പിക്കാൻ പറ്റുക? ഒരാൾക്ക് എന്ത് പറഞ്ഞിട്ടാ സമാധാനിപ്പിക്കാൻ പറ്റുക? പക്ഷെ പടച്ചോൻ പറയാണ് വബശ്ശിരി സ്വാബിരീൻ, സന്തോഷ വാർത്ത ഉണ്ട് എന്നാണ് ക്ഷമിക്കുന്ന ആളുകൾക്ക്. എങ്ങനെയാണ് അതിൽ സന്തോഷിക്കാൻ പറ്റുക? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ, അവർക്കൊരു മുസീബത്ത് ബാധിച്ചാൽ ഖാലു, അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളതാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. മിൻഹാ ഖലഖ്നാകും വഫീആ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. നമ്മൾ ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്, അതിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കും, അതിൽ നിങ്ങളെ വീണ്ടും നാം പുറത്തു കൊണ്ടുവരുന്ന അള്ളാഹു പറഞ്ഞാണ്. എന്ത് വലിയ ദുരന്തം സംഭവിച്ചാലും അതിന്റെ ലാസ്റ്റ് ഇപ്പം എന്താ? നമ്മൾ മരിക്കും, അത്രല്ലേ ഉള്ളൂ. ആ മരിക്കുന്നത് എങ്ങോട്ട് അവസാനിക്കുന്നില്ല, ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. കുറച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഇന്ന് നമ്മളെ മകൻ മരിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഉറ്റ വേണ്ടപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയി എന്ന് പറയുമ്പം നാളെ നമ്മളും പോകേണ്ടവരാണ്. ചെറിയൊരു ഡേറ്റിന്റെ വ്യത്യാസം മാത്രമല്ല, നമ്മളിവിടെ കാലാകാലം ജീവിക്കാൻ പോകുന്നവരല്ല. മൂപ്പര് കുറച്ച് നേരത്തെ പോയി എന്നുള്ളൂ, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളും പോകും. ആകെ ഒരു 10, 25, 30 വർഷത്തിന് വ്യത്യാസമൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന ഒരു ബോധം, അത് ക്ഷമിച്ചാൽ ആ മടങ്ങിപ്പോകുമ്പോൾ അള്ളാഹു വലിയ പ്രതിഫലം നൽകുമെന്നുള്ള ബോധം, അതാണ് സത്യത്തിൽ നമുക്ക് ജീവിതത്തിൽ കിട്ടേണ്ട ഒരു യഥാർത്ഥ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു പാഠം. അതിന് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. അങ്ങനെ അറിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിൽ ഏത് പ്രതിസന്ധിയിലും നമ്മളെ ഒരു പ്രതിഫലം കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വലിയ പ്രതിഫലം നമുക്ക് നൽകും എന്ന നമ്മളെ ആ ഉൾക്കാഴ്ച, നമുക്ക് കിട്ടേണ്ട ഈ തൗഹീദിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് എന്റെ റബ്ബ്. നിങ്ങൾ നോക്കി, നമ്മളെ ശരീരത്തിലുള്ള 99% പ്രവർത്തനങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല. നിങ്ങളുടെ ഹൃദയത്തിന്റെ പൾസ് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റൂല,
നിങ്ങളുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. നിങ്ങളുടെ കണ്ണിന്റെ ഇമ വെട്ടുന്നത് പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. എല്ലാ രാസപ്രവർത്തനങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല, അതൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. നമ്മൾ ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങേണ്ടി വരും. അപ്പൊ എന്താണ് സഹോദരങ്ങളെ, ഈ ദുഃഖമില്ലാതെ നമുക്കൊരു നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹു പറഞ്ഞ ഒരു കാര്യമുണ്ട്. മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ബഖറ, വിശുദ്ധ ഖുർആനിലെ 2ാമത്തെ സൂറത്താണ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയെ കുറിച്ച് പണ്ഡിതന്മാരെന്താ പറഞ്ഞറിയോ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തുണ്ടല്ലോ, ആ സിറാത്തുൽ മുസ്തഖീമിന്റെ വിശദീകരണമാണ് സൂറത്തുൽ ബഖറ. ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ നമ്മൾ ചലിക്കണമെന്നില്ല. ആ സിറാത്തുൽ മുസ്തഖീം എന്താണെന്ന് നമ്മൾ ഒരു ബ്രീഫായിട്ട് അള്ളാഹു പഠിപ്പിക്കുകയാണ് സൂറത്തുൽ ബഖറയിൽ. എല്ലാം ഉണ്ട്, ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സൂറത്തുൽ ബഖറയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് വിശ്വാസികൾ, ആരാണ് കാഫിർ, ആരാണ് മുനാഫിഖ്, അത് കഴിഞ്ഞിട്ട് എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. 21ാമത്തെ ആയത്തിൽ പടച്ചോൻ പറയാണ്, എന്തിനാണ്? അല്ലയോ ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളുടെ മുമ്പുള്ളവരുടെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. റബ്ബ് എന്ന് പറയുമ്പോൾ എന്താണ്? റബ്ബ് എന്ന് പറയുമ്പോൾ ഘട്ടം ഘട്ടമായി നമ്മളെ വളർത്തിക്കൊണ്ടുവന്നാണ്. എന്നൊക്കെ നമ്മളൊന്നും അറിയാത്തൊരവസ്ഥയിൽ നമ്മൾ പിതാവിന്റെ ബീജമായിരുന്നു നമ്മള്. നമ്മുടെ പിതാവ് ഒരു പ്രാവശ്യം സ്രവിക്കുന്ന ശുക്ലത്തിൽ നമ്മള് ഒരു പ്രാവശ്യം സ്രവിക്കുന്ന ശുക്ലത്തിൽ 100 മുതൽ 400 മില്യൺ സ്പേംസ് ഉണ്ട്. അത്ര ആലോചിക്കുക, എത്ര അധികം. കേരളത്തിലെ ജനസംഖ്യ എത്ര? 35 മില്യൺ ഉള്ളൂ. കേരളത്തിലെ ജനസംഖ്യ 35 മില്യൺ ഉള്ളൂ. ഒരു പുരുഷൻ ഒരു പ്രാവശ്യം ശ്രമിക്കുന്ന ശുക്ലത്തിൽ 400 മില്യൺ സ്പേമുകളുണ്ട്. അതിൽ ഒരു സ്പേം മാത്രമാണ്, ഒരു ബീജം മാത്രമാണ് അണ്ഡവുമായി ചേർന്ന് ഒരു ചെറിയ സൈഗോട്ടായി 2 കോശമുള്ള ജീവിയായിരുന്നു നമ്മള്. അത് ഇരട്ടിച്ച് 4 കോശമായി, 8 കോശമായി, 16 കോശമായി, 32 കോശമായി. പിന്നെ അത് ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ ഒരട്ടയെപ്പോലെ തൂങ്ങിപ്പിടിച്ച് അതിൽ നിന്ന് രക്തം സ്വീകരിച്ച് അത് വലുതായി. പിന്നെ അതൊരു മനുഷ്യരൂപത്തിലുള്ള ബീജമായി, അതൊരു ഭ്രൂണമായി മാറി. അങ്ങനെ ഘട്ടം ഘട്ടമായിയാണ് നമ്മൾ വളർത്തിയത്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വീണത് മറ്റൊരു ജീവിയെ പോലെയുമല്ല, ഒന്നും അറിയാതെയാണ്. കരയാൻ മാത്രമേ നമുക്കറിയൂ. അതിൽ നിന്ന് നമ്മൾ ഓരോ മൈൽ സ്റ്റോൺസ് അല്ലെ. നമ്മളെ കുട്ടികളെ നമ്മൾ കഴുത്തുറച്ചോ എന്ന് ചോദിക്കും ചെറിയൊരു കുട്ടീനെ കാണുമ്പോൾ. ആ കുട്ടി ചിരിക്കാൻ തുടങ്ങുമ്പോൾ സന്തോഷ. കാരണം എന്താ? കുട്ടി ചിരിക്കുമ്പം അതിന് മാനസിക വളർച്ചയുണ്ട്, മന്ദബുദ്ധിയല്ല എന്നൊരു സമാധാനമുണ്ട്. എൻ്റെ കുട്ടിന്റെ കഴുത്ത് 4 മാസമായപ്പോൾ ഉറച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ നമുക്കൊരു സന്തോഷമുണ്ട്. എൻ്റെ കുട്ടിയുടെ ഡെവലപ്മെന്റ് ഒക്കെ കറക്റ്റാണ്. കുട്ടി കറക്റ്റ് സമയത്ത് 6 മാസമായപ്പോൾ കൃത്യമായിട്ട് ഇരിക്കുന്നുണ്ട്. 1 വയസ്സായപ്പോ എൻ്റെ കുട്ടി പിടിച്ചു നടക്കുന്നുണ്ട്. ഇപ്പൊ 2-3 വയസ്സായ കുട്ടികള് നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളിപ്പോ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ പോക്കറ്റ് റോഡിലേക്ക് തിരിയുമ്പം കുട്ടി പറയും നമ്മളെ വീടെത്തി എന്ന്. കുട്ടിക്ക് മനസ്സിലായി, റോഡ് മനസ്സിലായി, വഴി മനസ്സിലായി. അപ്പൊ നമ്മളെ കുട്ടിക്ക് ബുദ്ധിയുണ്ട്, നമ്മളെ കുട്ടിയുടെ ബ്രെയിൻ അത് ശരിയായ ഡെവലപ്മെന്റിലാണ് എന്ന് നമ്മൾ സന്തോഷിക്കും. ഇതേ അവസ്ഥ തന്നെയാണ് വാർദ്ധക്യത്തിലുമ്പം തിരിച്ചു വരുന്നത്. അള്ളാഹു പറയുന്നുണ്ട്, ഇതൊക്കെ തല തിരിച്ച് ഞാൻ കൊണ്ടുവരും. ഒരു 90 വയസ്സായി, ഒരു 75-80 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ ഏറ്റവും വലിയ ടെൻഷൻ പിന്നെന്താ അറിയോ? വീഴാതെ നടക്കുക എന്നുള്ളതാണ്. ഒരു 3 വയസ്സായപ്പോ 2-3 വയസ്സായപ്പോ നമ്മുടെ കുട്ടി വീഴാതെ നടക്കാൻ നമ്മൾ കാണിച്ച ആ സന്തോഷം, അതേപോലെയാണ് 80 വയസ്സായ ഒരാളുടെ ആഗ്രഹം, ഒരു വടിയില്ലാതെ നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ്. അതേപോലെ തന്നെ ഒരു 90 വയസ്സാവുമ്പം യൂറിന്റെ കൺട്രോൾ നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് ഒരാളുടെ ആഗ്രഹം. നമ്മളെ കുട്ടി 3 വയസ്സായപ്പോ നമ്മൾ പറയുന്നത് അവനിപ്പം ടോയ്ലറ്റിൽ പോയി മൂത്രമൊഴിക്കും. കാരണം അവന് മനസ്സിലായി തുടങ്ങി, അവനിപ്പം പാമ്പേഴ്സ് കെട്ടാറില്ല. അതൊരു വലിയ ഒരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം അവൻ ആ കൺട്രോൾ അച്ചീവ് ചെയ്തു എന്നുള്ളത്. അതേപോലെ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും വാർദ്ധക്യത്തിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരപ്പെടും. അങ്ങനെ നമ്മളെ ഘട്ടം ഘട്ടമായി നമ്മളെ വളർത്തിയ നമ്മുടെ റബ്ബുണ്ട്. ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് കൃത്യമായി സൂറത്തുൽ ബഖറയിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടോ അവിടെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആരംഭത്തെ പറ്റി പിന്നെ പറയുന്നുണ്ട്. 30-31 ആയത്ത് മുതൽ എന്താണ് സംഭവിച്ചത്? ആദമിനെ സൃഷ്ടിച്ചു, ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആദമിനെ പുറത്താക്കുന്നുണ്ട്. അവിടെ അള്ളാഹു കൃത്യമായി പറയുന്നു, കുൽ നഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക. എന്നിട്ട്
എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഹുദ വരും. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹു പറയാണ്, ഇനി നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളി. ഇനി ഞാൻ പ്രവാചകന്മാരയക്കും, എന്നിട്ട് ഹുദ നിങ്ങൾക്ക് തരും, നിങ്ങൾ കൃത്യമായ മാർഗദർശനം നൽകും. ആരാണ് ആ മാർഗദർശനത്തെ പിൻപറ്റിയത് അവർക്കെന്തില്ല? ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് യാതൊരു പേടിന്റെ ആവശ്യമില്ല. വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരില്ല. അപ്പൊ ആ ഹുദ പിൻപറ്റുക എന്നതാണ് പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് ഇറക്കിയ ഹുദ. അതെന്താണ്? അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതാണ്. അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്, അവനാണ് ആരാധിക്കപ്പെടേണ്ടവൻ, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. ആ പ്രവാചകൻ കൽപ്പിച്ചത് അനുസരിക്കണം എന്നുള്ള, അള്ളാഹുവിനെയും റസൂലിന്റെയും വിധിവിലക്കുകൾ അനുസരിക്കണം എന്നുള്ള ആ മാർഗനിർദ്ദേശം ആര് പിൻപറ്റിയോ അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് വിജയമുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു പേടി എന്ന ഒരു നിർഭയത്വം നമുക്ക് കിട്ടണമെങ്കിൽ ആ പേടിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അതേപോലെ തന്നെ ദുഃഖപ്പെടാൻ വരിക, ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാലാണ്. പാസ്റ്റിനെ കുറിച്ചാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുക, ഭാവിയെ കുറിച്ച് നമുക്ക് പേടിയാണ് ഉണ്ടാകുക. ആ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഉത്കണ്ഠ. ഈ 3 കാലത്തിലാണ് ഓരോന്നും വരിക. ഭാവിയെ കുറിച്ചുള്ള പേടി, പിന്നെ നമ്മളെ ഭൂതകാലത്തെ പറ്റി, നമ്മൾ ചെയ്തു പോയതിനെ പറ്റി നമുക്കുള്ള ഖേദം, ദുഃഖം. നോക്കി, ഇതൊക്കെ മാനുഷികമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയുടെ മരണത്തിൽ അതീവ ദുഃഖിതനായിരുന്നു. ഖുർആനിൽ എത്ര ചരിത്രങ്ങൾ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്, ഇതൊക്കെ നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥ, യഅ്ഖൂബ് നബിക്ക് മക്കൾ നഷ്ടപ്പെട്ട ആ ദുഃഖിതനായ യഅ്ഖൂബ് നബി അലൈഹി സ്വലാം ആ പ്രതിസന്ധി തരണം ചെയ്ത കഥ, മഹാനായ മൂസ അലൈഹി സ്വലാമിന്റെ കഥ, അതേപോലെ തന്നെ യൂനുസ് നബി മത്സ്യത്തിന്റെ വായിലകപ്പെട്ട കഥ. അവിടൊക്കെ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന. നോക്കി, ഒരു തിമിംഗലത്തിന്റെ വയറ്റിൽ അകപ്പെട്ട ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന് ഡെഡ് എൻഡ് ആണ്. നമ്മൾ ചില പ്രതിസന്ധിനെ പറ്റി പറയല്ലോ, ഒരു രക്ഷയില്ല എന്നറിയില്ലേ, ഞാൻ ലോക്കായിരിക്കണം. ചിലർക്ക് പറയും ഞാൻ ലോക്കായിക്കണം, ഇനി യാതൊരു മാർഗവും എൻ്റെ മുമ്പിലില്ല. ആ ഒരു സിറ്റുവേഷനാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ആ തിമിംഗലത്തിന്റെ മത്സ്യത്തിൽ പെട്ടിരിക്കുന്നത്. ആഴ്ചക്ക് ഒരു മീനിന്റെ വയറ്റിൽ പെട്ട ഒരു കടലിന്റെ, അത് കടലിന്റെ ഉള്ളിലാണ്, കരക്ക് ഇങ്ങനെ നിൽക്കല്ല, കടലിന്റെ ആഴക്കടലിൽ തിമിംഗലത്തിന്റെ വയറ്റിൽ അകപ്പെട്ട ഒരു പ്രവാചകൻ. അത് ആ പ്രതിസന്ധിക്ക് ഉദാഹരണമാണ്. നമ്മളെ മുമ്പിൽ ഞാൻ ലോക്കായി നിൽക്കണമെന്നല്ലേ, ആ പ്രതിസന്ധിക്ക് ഉദാഹരണമാണ്. അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? ആ ഒരൊറ്റ വചനം കൊണ്ടാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ തിമിംഗലം എന്ത് ചെയ്ത് അത് പുറത്തു വന്ന് അത് കരയിൽ യൂനുസ് നബി അലൈഹി സ്വലാമിനെ ഉപേക്ഷിച്ചത്. ഞാൻ സർജറിയൊക്കെ ചെയ്യുമ്പോൾ, ചില സർജറി ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ലോക്കായി, ഇനി ഇതിൽ നിങ്ങോട്ട് ഇത് ക്ലോസ് ചെയ്ത് ഇറങ്ങി പോരാൻ പറ്റൂല എന്ന് ഇടയ്ക്ക് നമുക്ക് തോന്നും. അത്രയും ഒരു ക്രൈസിസിൽ അകപ്പെടുന്ന സമയമുണ്ട്. പൊതുവെ അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ചില ആൾക്കാരെന്ന് വെച്ചാൽ ഒന്ന് റിലാക്സ് ചെയ്യും, ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് ഇരുന്ന് കുറച്ചുകൂടി ഒന്ന് ആലോചിച്ചിട്ട് രണ്ടാമത് കയറുക ചെയ്യാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ പലപ്പോഴും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി, എന്തെങ്കിലും ഒരു മാർഗം പടച്ചുണ്ടാക്കി തരും. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ഒരു ദുആന്റെ വിഷയത്തിൽ ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇതൊക്കെ സത്യവിശ്വാസി, അവിടെ എന്താണ്? അത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധനക്കർഹനില്ല. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ ളാലിമീങ്ങളിൽ, എൻ്റെ അടുത്ത് തെറ്റ് സംഭവിച്ചു, ഞാൻ അക്രമികളിൽ പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹുവിനോട് ഖേദിച്ച് മടക്കം അതിലുണ്ട്. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ഒരു സമ്മതിക്കൽ അതിലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലായി ഈ നെഗറ്റീവ് എമോഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ സത്യത്തിൽ പടച്ചോന്റെ ഭയങ്കരമായ ഒരു തൗഫീഖ് തന്നെ വേണം. ഈ ഖുറാനിലെ ചരിത്രം, ഈ ഖുറാനിൽ നമുക്ക് അള്ളാഹു പഠിപ്പിക്കുന്ന കുറെ ചരിത്ര സംഭവങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതേപോലെ പേടിയും ദുഃഖവും ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ പറ്റും. മൂസ അലൈഹിസ്സലാമിന്റെ മാതാവ്, മൂസാ നബി കുട്ടിയായപ്പം ആൺകുട്ടികൾ ജനിച്ചാൽ ഫിറഔൻ കൊന്നൊടുക്കണല്ലോ. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ കുട്ടിനെ നദിയിലേക്ക്, ഒരു പേടകത്തിലാക്കി നദിയിലേക്ക് വലിച്ചെറിയുന്ന ഒരു സന്ദർഭം ഖുർആൻ പറയുന്നുണ്ട്.
ഇത് നമ്മൾ പലപ്പോഴായി കേട്ട ചരിത്രമാണ്, നമുക്ക് എല്ലാവർക്കും കേട്ട ചരിത്രമാണ്. മൂസാ നബീനെ കുട്ടിയായിരുന്ന സന്ദർഭത്തിൽ മൂസാ നബിന്റെ മാതാവ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വന്തം കുട്ടിനെ നദിയിലേക്ക് വലിച്ചെറിയണമെങ്കിൽ എത്ര പേടിയുണ്ടാവും. അതായത് ആ കുട്ടി പ്രസവിക്കുമ്പോൾ അതെങ്ങാനും അറിഞ്ഞാൽ, ആ ഭടന്മാർ ഫിർഔന്റെ ആളുകൾ ഇവിടെ എത്തിയാൽ ആ കുട്ടിയെ കൊല്ലുമെന്നൊരു പേടിയുണ്ട്. ആ പേടി അതിജീവിച്ചുകൊണ്ടാണ് ഈ കുട്ടിനെ അങ്ങോട്ടിടുന്നത്, ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഇടുന്നത്. നമ്മളൊരു സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക്, ഒരു കുളത്തിന്റെ പക്കത്തേക്ക് ഒരു 4 അടിപ്പുറം നമ്മളെ കുട്ടി വന്നാൽ തന്നെ നമ്മള് അലറി ഒച്ച ഉണ്ടാക്കി പോയി നമ്മള്, അല്ലെ? നമ്മളെ കുട്ടി കിണറ്റിന്റെ ആൾമറല്ലാത്ത അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ അടുത്തേക്ക് പോയാൽ നീന്തറിയാത്തൊരു കുട്ടി ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ ബഹളം വെച്ച് ആ കുട്ടിന്റെ പിന്നാലെ ഓടിപ്പോകും. ഇവിടെ നദിയിലേക്ക് ഇടാണ്, ഒഴുകുന്ന നദിയിലേക്കാണ് ഇടുന്നത്. ആ നദി കുട്ടി അതിൽ മുങ്ങുന്നോ, എന്തൊക്കെ എന്തൊക്കെ ആകുലതകളും പേടികളും വേവലാതികളും ഉണ്ട്. ആ ആയത്ത് ഓതണം. فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني. ആ രണ്ടങ്ങേയറ്റത്തെ പേടിയിലും ദുഃഖത്തിലുമാണ് ഈ കുട്ടിനെ എറിയണത്. പടച്ചോൻ പറയാണ്, വലാ തഖാഫി വലാ തഹ്സനി, നീ ദുഃഖിക്കുകയും ഭയപ്പെടുകയും വേണ്ട. പടച്ചോനാണ് പറഞ്ഞ് എറിഞ്ഞോന്ന്. കാരണം എന്താ അറിയോ? ഇന്നാ റാദൂഹു ഇലൈകി, നിശ്ചയമായും അവനെ ഞാൻ നിന്നിലേക്ക് മടക്കുമെന്നാണ്. വജാഇലൂഹു മിനൽ മുർസലീൻ, അവനെ ഞാൻ പ്രവാചകന്മാരിൽപ്പെട്ടവനാക്കുന്നു. അള്ളാന്റെ ഓഫറാണ്. അതാണ് ധൈര്യം കൊടുക്കുന്നത്. പടച്ചവൻ ആ കുട്ടിയെ തിരിച്ചു തരുമെന്നുള്ള വിശ്വാസം, ആ കുട്ടിയെ പ്രവാചകനാക്കുമെന്നുള്ള പ്രതീക്ഷ, അത് പടച്ചോൻ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ നദിയിലേക്ക് ഇടാനുള്ള ഒരു ധൈര്യം അവിടെ അള്ളാഹു അവർക്ക് കൊടുത്തത്. എന്നിട്ട് അതിനെപ്പറ്റി പറയാണ്, പടച്ചോൻ പറയാണ്. ഈ വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പടച്ചോൻ പറഞ്ഞു, ഇൻ കാദത് ലതുബ്ദിയ ബിഹി ലൗലാ അൻ റബ്ബത്നാ അലാ ഖൽബിഹാ ലിതകൂന മിനൽ മുഅ്മിനീൻ. അവരുടെ മനസ്സിനെ നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ അവൾ വെളിപ്പെടുത്തിയേക്കും, അവന്റെ കാര്യം അവൾ വെളിപ്പെടുത്തിയേക്കുമായിരുന്നു. അതായത് ഇവിടെ ഖുർആൻ പ്രയോഗിച്ച പദം ആ റബ്ബത്തുന എന്നാണ്. റബ്ബത്ത എന്ന് പറഞ്ഞാല് നമ്മള് കെട്ടുക, ഉറപ്പിക്കുക, ബന്ധിക്കുക ഒക്കെ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് സർജറി ഒക്കെ ചെയ്യുമ്പോൾ മുട്ടിന്റെ ലിഗമെന്റിന്റെ സർജറിക്ക് അറബിയാളോട് റിബാത്ത് എന്നാ പറയാ. ലിഗമെന്റിന് ഞരമ്പിനൊക്കെ റിബാത്ത് എന്ന് പറയാം. ആ റബ്ബത്തുന എന്നാ പറഞ്ഞത്. ആ ഹൃദയത്തെ അള്ളാഹു ബന്ധിപ്പിച്ച് നിർഞ്ഞാണ്, ഒതുക്കി നിർത്തി. അപ്പൊ ആ എമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് കൊടുത്താണ് അള്ളാഹുവാണ്. അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവാണ് എന്തത് ആ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തിയത്, കെട്ടി നിർത്തിയത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള നെഗറ്റീവ് വികാരങ്ങളെ എല്ലാം നമുക്ക് നിയന്ത്രിക്കാനുള്ള ഒരു തൗഫീക്ക് അത് പടച്ചോൻ തന്നെ തരണം. പടച്ചോന്റെ തൗഫീക്ക് തന്നെ വേണം. അങ്ങനെ മിനൽ മുഅ്മിനീൻ എന്നാണ്, സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ആ ഒരു വിശ്വാസികളാകുക എന്ന് പറഞ്ഞാല് ആ വികാരങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പടച്ചോനൊരു തൗഫീക്ക് തരുമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഖുർആനിലെ ഓരോ ചരിത്രങ്ങളും, ഇപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഏറ്റവും കൂടുതൽ ഖുർആനിൽ പറഞ്ഞ ചരിത്രമാണ്. അവിടെ മൂസാ നബി അലൈഹി സ്വലാം ഫിർഔന് ലോക്കാക്കുന്ന ഒരു ചരിത്രം കാണാം നമുക്ക്. ഫിറൗന്റെ സൈന്യം ബാക്കിലൂടെ വന്ന് മുമ്പിൽ ചെങ്കടലും ബാക്കിൽ ഫിറൗനായിട്ട് മൂസാ നബി, ചെങ്കടലിന്റെ മുമ്പിൽ മൂസാ നബിയും അനുയായികളും ലോക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം. ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. ബാക്കിൽ ഫിറൗന് സംഘം ആയുധ സജ്ജരായി നിൽക്കുന്ന ഫറോവയും അവന്റെ സൈന്യവുമാണ് ബാക്കില്. മുമ്പിൽ ചെങ്കടലാണ്, ഒരു രക്ഷയില്ല. നമ്മൾ പറയാം ലോക്കായി കിടല്ലേ. ആ സിറ്റുവേഷനിൽ മൂസാ നബിന്റെ അനുയായികൾ പറയാണ്, ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഇനി രക്ഷല്ല. അപ്പൊ മൂസാ നബി പറയാണ്, ഖാല കല്ലാ കല്ലാ, അങ്ങനെയല്ല, ഇന്ന മഅിയ റബ്ബി, നിശ്ചയമായും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീനി, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും, ഒരു വഴി. അത് അള്ളാഹു നമുക്ക് നൽകേണ്ട ഒരു തൗഫീഖാണ്.
ആ തൗഫീഖ് മഅയ്യത്ത് എന്ന് പറയും. അള്ളാഹ് നമ്മുടെ കൂടെയുണ്ട്, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, അവൻ എന്നെ രക്ഷിക്കും. എങ്ങനെ രക്ഷിക്കുക? ഒരു മാർഗം, മുമ്പിൽ കടലിങ്ങനെ ഒരു രക്ഷയില്ലാതെ, ബാക്കിൽ ഫുൾ സൈന്യാണ്, ഓടാനോ ഒരു മാർഗമില്ലാതെ നിൽക്കുമ്പോഴും മൂസാ നബി പറഞ്ഞ എന്താ? ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീനി, അവൻ എനിക്ക് വഴി കാണിക്കുമെന്നാണ്. എന്നിട്ട് എന്താ പറഞ്ഞ്? ആ സമുദ്രത്തിൽ അടിക്കാനാണ് മൂസാ നബിയോട് പറഞ്ഞത്. എന്തേ? മൂസാ നബിന്റെ അനുയായികളെ ആകാശത്തിലൂടെ പറപ്പിച്ചു കൊണ്ടുപോകാൻ പടച്ചോൻ അറിയണ്ട അല്ലേ? സമുദ്രത്തിലൂടെ നടത്തിക്കൊണ്ടുപോകാൻ അറിയണ പടച്ചോന് ആകാശത്തോടെ പറത്തി കൊണ്ടേ കൂടെയെന്നോ? അങ്ങനെയല്ലല്ലോ ചെയ്തത്. അപ്പോഴും ആ സമുദ്രത്തിൽ അടിക്കാനാണ് പറഞ്ഞത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ ചെയ്യാനാണ് അള്ളാഹു നമ്മളോട് മൂസാ നബിയോട് കൽപ്പിച്ചത്. അത് ചെയ്തു. ആ സമുദ്രം അങ്ങനെ പിളർന്നു നിന്നു, അവർ കടന്നുപോയി. ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന എന്തിനാണ്? ഇതേപോലത്തെ സിറ്റുവേഷനുകളിലൂടെ മുസ്ലിം ജനങ്ങൾ, മുസ്ലിങ്ങള്, വരുംകാലത്തെ വരാനിരിക്കുന്ന മുസ്ലിങ്ങള് ഇത്തരത്തിലുള്ള സിറ്റുവേഷനുകളിലൂടെ ഒക്കെ കടന്നു പോകുന്നതാണ്. അതിന്റെ ഉദാഹരണങ്ങളാണ്. ജീവിതത്തിൽ അതൊക്കെ പ്രയോഗവൽക്കരിക്കാൻ, ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പോസിറ്റീവ് എനർജി കൊടുക്കാനാണ് ഇതൊക്കെ നമ്മളോട് പാരായണം ചെയ്യാനും ജീവിതത്തിൽ ഈ പാഠങ്ങൾ ഉൾക്കൊള്ളാനും അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്.